തെരുവുനായ കേസിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി നൽകി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കരുതെന്നാണ് കോടതി നിർദ്ദേശം. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണമെന്ന നായപ്രേമികളുടെ ആവശ്യം കോടതി തള്ളി. അതേസമയം നിലവിലുള്ള ABC കേന്ദ്രങ്ങൾ നിലവാരമില്ലാത്തതെന്നും പലരും മൃഗങ്ങളെ ശരിയായ പരിചരണത്തോടെ കൈകാര്യം ചെയ്യുന്നില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി പറഞ്ഞു. हमारा डिमांड ये है कि ABC सेंटर बनाओ और तमीज से बनाओ. जो ABC सेंटर्स बने हैं वो बहुत ही घटिया हैं और वो लोगों के रिश्तेदारों को दिए गए. MCD वालों ने अपने लोगों को दिए, किसी को किसी ने दिया, और फिर वो जानवरों को ठीक से नहीं रखते हैं. और फिर ऑपरेशन, आखिर ये मेजर ऑपरेशन है, उनका ऑपरेशन करने के बाद वो अमीर कॉलोनी से गरीब में फेंकते हैं. अगर ज्यादातर कौन लोग कटे जा रहे हैं, कुत्तों को कौन काटते हैं? तो ABC सेंटर अगर ठीक से बने तो सब कुछ ठीक से चलेगा. അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഈ വിഷയത്തിൽ മുൻപ് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പോലും സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ നായ്ക്കളെ കൊല്ലുന്നതിൽ മറ്റു മാർഗമില്ലെങ്കിൽ അതാകാം എന്നുള്ളതാണോ കോടതി പറയുന്നത്? അസിതാനൂപ്, അതായത് ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി ഈ വിധി പറയുകയുണ്ടായത്. അതായത് കോടതിയുടെ നിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഭരണകൂടങ്ങൾ അത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന് കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ വിധിയുടെ ഭാഗമായി തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് ഈ അപകടകാരികളായിട്ടുള്ള നായ്ക്കളെ കൊല്ലാം എന്ന് കോടതി പറയുകയുണ്ടായി. അത്തരത്തിൽ നടപടികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ FIR-ഓ അല്ലെങ്കിൽ ക്രിമിനൽ നടപടിയോ സ്വീകരിക്കരുത് എന്നുകൂടി സുപ്രീം കോടതി പറയുകയുണ്ടായി. ABC ചട്ടങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കണം. എല്ലാ ജില്ലയിലും പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്ന ABC സെന്ററുകൾ വേണം എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലേക്ക് വരുമ്പോൾ അവിടെ റാബിസ് വാക്സിന്റെ ലഭ്യത അത് മതിയായ അളവിലുണ്ട് എന്ന കാര്യം ഉറപ്പാക്കണം. മാത്രമല്ല, ഈ നായ്ക്കടിയേറ്റ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം അത് ഏർപ്പെടുത്തണമെന്ന കാര്യങ്ങളും നിർദ്ദേശിക്കുകയുണ്ടായി. എന്തായാലും ഇതിലൊരു ഹൈക്കോടതിയുടെ മേൽനോട്ടം കൂടി ഇക്കാര്യത്തിൽ വേണമെന്ന ഒരു കാര്യത്തിലൂടെ സുപ്രീം കോടതി കടന്നുപോയി. അതായത് നിലവിൽ ചീഫ് സെക്രട്ടറിമാർ ഈ നടപ്പാക്കിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് അത് ഓഗസ്റ്റ് 5-നകത്ത് തന്നെ ഹൈക്കോടതികൾക്ക് ബന്ധപ്പെട്ട ഹൈക്കോടതികളിൽ സമർപ്പിക്കണം. അതിനുശേഷം ഹൈക്കോടതികൾ അത് എന്താണെന്നുള്ളത് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നവംബറോടെ കൈമാറണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണിന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാജ്യവ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ നായ്ക്കടിയേറ്റ സംഭവങ്ങൾ അതിന്ന് കോടതി പരാമർശിക്കുകയുണ്ടായി. അതിൽ കുട്ടികൾക്കടക്കം ജീവൻ നഷ്ടമായ ആ സാഹചര്യം അത് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. കാരണം പൗരന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യം കൂടി സുപ്രീം കോടതി ഇന്ന് ഓർമ്മപ്പെടുത്തി. എന്തായാലും മൃഗസ്നേഹികളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസമല്ലാത്തൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായി. കാരണം നേരത്തെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ജസ്റ്റിസ് JB പർദിവാലയുടെ വിധി അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയായിരുന്നു ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ആ ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണമെന്ന മൃഗസ്നേഹികളുടെ ആവശ്യം, ആ അപേക്ഷകളെല്ലാം ഇന്ന് കോടതി തള്ളുകയാണ് ചെയ്തത്. മറിച്ച് ഈ തെരുവ് നായകളെ വന്ധ്യംകരണം നടത്തിയാൽ അത് അവിടെ തന്നെ തുറന്നു വിടരുത്, ഷെൽട്ടറുകളിലേക്ക് അടക്കം മാറ്റണം, ഈ പൊതു ഇടങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സാഹചര്യങ്ങൾ പരിശോധിച്ച് നടപടികൾ എടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകി. എന്നാൽ ദേശീയപാത, എക്സ്പ്രസ് വേ എന്നീ ഇടങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പൂർണ്ണമായും ചുമതല അതായത് ദേശീയ ഹൈവേ അതോറിറ്റിക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അവരോട് ഈ മൃഗങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതുകൂടി സുപ്രീം കോടതി NHAക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഒരു സുപ്രധാന ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ തെരുവുനായ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.